Hey guys, this is me, Jiggu Sadashivan, and I welcome you all to Speak, Evolve and Achieve. ഇന്ന് ന്യൂ ഇയർ ആണ്, January 1st, 2025. Today, I would like to tell you a story, an inspirational story. I hope you like it. If you like it, please comment on the comment box. So the story goes like this. സ്റ്റോറിയുടെ പേര് ദ ലിറ്റിൽ സീഡ്സ് ബിഗ് ലെസൺ. ഒരു വിത്തിനെ കുറിച്ചാണ്. Once upon a time, in a small village, there lived a farmer. His name was Raju. ഒരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ രാജു എന്ന പേരുള്ള ഒരു ഫാർമർ ജീവിച്ചിരുന്നു, ഒരു കൃഷിക്കാരൻ. He loved planting seeds and watching them grow into beautiful plants. പുള്ളിക്ക് എന്തായിരുന്നു? He loved planting seeds. പുള്ളിക്കാരന് planting seeds, വിത്ത് പാകി അത് വളർന്ന് മനോഹരമായ ചെടികൾ ആവുന്നത് കാണാൻ പുള്ളിക്ക് വളരെ ഇഷ്ടമായിരുന്നു. Once he found a tiny odd-looking seed in his bag. പുള്ളിയുടെ ബാഗിനകത്ത് ഒരു ടൈനി odd-looking seed. ടൈനി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ, odd-looking വ്യത്യസ്തമായിട്ടുള്ള ഒരു സീഡിനെ പുള്ളിയുടെ ബാഗിൽ കണ്ടു. ഇറ്റ് വാസ് സ്മോളർ ആൻഡ് ഡാർക്കർ ദാൻ ദി അതേഴ്സ്. അതെന്തായിരുന്നു ആ സീഡിന്റെ പ്രത്യേകത? ഇറ്റ് വാസ് സ്മോളർ, ചെറുതും മറ്റുള്ള വിത്തുകളെക്കാളും വ്യത്യാസമായിരുന്നു. This seed looks weak, Raju thought. പുള്ളി എന്താ വിചാരിച്ചത്? This seed looks weak. ഈ സീഡ് വളരെ വ്യത്യാസമായിരിക്കുന്നു, വളരെ വീക്കാണെന്ന് തോന്നുന്നു. വീക്ക് എന്ന് പറഞ്ഞാൽ ബലക്ഷയം. അതിനെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് തോന്നി ഇത് നല്ലൊരു സീഡല്ല. But I'll give a chance. പക്ഷെ പുള്ളി എന്താ വിചാരിച്ചത്? വ്യത്യാസമാണെങ്കിൽ കൂടിയും കുഴപ്പമില്ല, ഞാനൊരു ചാൻസ് കൊടുക്കാം, അത് വളർന്ന് വലുതായാലോ. So what did he do? He planted the little seed in a sunny spot. സണ്ണി സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സണ്ണി സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ വെളിച്ചം ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന സ്ഥലം, സണ്ണി സ്പോട്ട്. പുള്ളി എന്ത് ചെയ്തു? ആ സീഡിനെ ഒരു സണ്ണി സ്പോട്ടിൽ കൊണ്ടുപോയിട്ട് നട്ടു. പ്ലാന്റഡ് മീൻസ് നട്ടു. He watered it. പുള്ളി എന്ത് ചെയ്തു? അതിന് വെള്ളം കൊടുത്തു. And he also cared it like all the other plants. പുള്ളി എന്ത് ചെയ്തു? He also cared it. cared എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെല്ലിംഗ് CARED. cared. കെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ടത്തോടെ അതിനെ പരിപാലിച്ചു, സ്നേഹത്തോടെ പരിപാലിക്കുക, അതിനാണ് കെയറിംഗ്. He cared it like all other plants. മറ്റുള്ള ചെടികൾക്ക് അയാൾ അറ്റൻഷൻ കൊടുക്കുന്നത് പോലെ തന്നെ ഈ വിത്തിനും കൊടുത്തു. പക്ഷേ days turned into weeks, and while other plants grew tall and green, the little seed remained buried in the soil. എന്താണ്? ദിവസങ്ങൾ ആഴ്ചകളായെങ്കിൽ കൂടി മറ്റുള്ള സീഡുകൾ വളർന്ന് ഉയരം കൂടിയ പച്ച പ്ലാന്റ്സ്, പച്ച ചെടികൾ, ടോൾ ആൻഡ് ഗ്രീൻ. ടോൾ ആൻഡ് ഗ്രീൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹെൽത്തി എന്നാണ്. ഒരു ചെടി നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് കൃത്യമായിട്ടുള്ള വളവും സൂര്യപ്രകാശമൊക്കെ കിട്ടുമ്പോഴാണ് അത് പച്ചയായിട്ട് വളരുന്നത്. സോ ടോൾ ആൻഡ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരം കൂടി പച്ച കളറിൽ ഹെൽത്തി ആയിട്ട് നിന്നപ്പോഴും നമ്മുടെ സീഡ് എന്താണ്? He remained buried under the soil. എന്താണ്? He remained buried under the soil. പുള്ളി വളർന്നില്ല, അപ്പോഴും മണ്ണിനടിയിലായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ ചെറിയൊരു
ഒരു ഒരു മുളപ്പുണ്ടാവും, ഒരു സ്പ്രൗട്ടിങ് എന്ന് പറയും, മുളച്ച് വരിക. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ അത്? സോ വാട്ട് ഹാപ്പൻഡ്, ഓൾദോ എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്ലാന്റ്സ്, നമ്മളൊരു സെന്റൻസ് ഓൾദോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഓൾദോ ദി അതർ പ്ലാന്റ്സ് ഗ്രൂ, മറ്റുള്ള പ്ലാന്റ്സ് ഗ്രൂ ചെയ്തിട്ട് പോലും, വളർന്നിട്ട് പോലും അവർ സീഡ് ഡിഡ് നോട്ട് ഗ്രോ, അവർ സീഡ് റിമെയിൻഡ് എന്താണ്, അണ്ടർ ദ സോയിൽ, അതപ്പോഴും മണ്ണിനടിയിലായിരുന്നു. അപ്പോഴെന്താ പറ്റിയേ? സ്റ്റോറി ഗോസ് ഓൺ, സ്റ്റോറി വീണ്ടും ഇറ്റ് ഗോസ് ഓൺ, വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. ദി അതർ പ്ലാന്റ്സ് ലാഫ്ഡ്, എന്താണ്, മറ്റുള്ള വളർന്ന പ്ലാന്റ്സ് എന്താണ്, ലാഫ്ഡ്, അവര് കളിയാക്കി ചിരിച്ചു. യു ആർ ടു സ്മോൾ, യു വിൽ നെവർ ഗ്രോ ലൈക്ക് അസ്. ആ ചെടികൾ ആ സീഡിനെ കളിയാക്കി, നീ വളരെ ചെറുതാണ്, നിനക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല, നിന്റെ കാര്യം തീർന്നു. അപ്പോഴെന്ത് പറ്റി? ദ ലിറ്റിൽ സീഡ് ഫെൽറ്റ് സാഡ്, ലിറ്റിൽ സീഡിന് എന്താണ്, വിഷമം തോന്നി. ലിറ്റിൽ സീഡിന് എന്താണ്, സങ്കടം തോന്നി. പക്ഷേ ഹി റിഫ്യൂസ് ടു ഗിവ് അപ്പ്, പക്ഷേ തോൽക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. ഹി റിഫ്യൂസ് ടു ഗിവ് അപ്പ്. നമുക്ക് തോക്കാൻ ഒരാൾ തയ്യാറല്ല, ഐ റിഫ്യൂസ് ടു ഗിവ് അപ്പ്, ഞാൻ തോൽക്കാൻ തയ്യാറല്ല. ഗിവ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നുള്ള, നമ്മുടെ ശ്രമം ഉപേക്ഷിക്കുക, അതിനെയാണ് ഗിവ് അപ്പ് എന്ന് പറയുന്നത്. ഹി റിഫ്യൂസ് ടു ഗിവ് അപ്പ്. അവന് സങ്കടം തോന്നിയെങ്കിലും അവൻ്റെ ശ്രമം ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു. അവന് സങ്കടം തോന്നിയെങ്കിലും അവൻ്റെ ശ്രമം ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു. I'll try my best, it thought. അദ്ദേഹം എന്താണ് വിചാരിച്ചത്? ഞാൻ എന്നാൽ കഴിയുന്നതിൻ്റെ എൻ്റെ ശക്തിയുടെ ഏറ്റവും അവസാനത്തെ കണ്ണി വരെയും ഞാൻ ശ്രമിക്കും. I'll try my best. ഞാൻ ശ്രമിക്കും, ഞാൻ കഠിനാധ്വാനം ചെയ്യും. നമ്മളടുത്ത് ഒരാൾ ചോദിക്കാണ്, ക്യാൻ യു ഡു ഇറ്റ്, നിനക്ക് ചെയ്യാൻ പറ്റുമോ? I'll try my best, ഞാൻ എൻ്റെ മാക്സിമം നോക്കാം. Okay, I'll try my best, the seed thought. One night, a big storm swept through the village. ഒരു ദിവസം രാത്രി എന്ത് സംഭവിച്ചു? A big storm, വളരെ ശക്തിയേറിയ ഒരു കൊടുങ്കാറ്റ്, swept through the village. swept എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകി എത്തുക, swept, അടിക്കുക. ഒരു ദിവസം രാത്രി ശക്തിയേറിയ ഒരു കൊടുങ്കാറ്റ് വില്ലേജിലേക്ക് അടിച്ചു. ത്രൂ ദ വില്ലേജ്, വില്ലേജ് വഴി കടന്നുപോയി. ഹെവി റെയിൻസ് ആൻഡ് സ്ട്രോങ് വിൻഡ്സ് knocked down many of the tall plants. Heavy rains, ശക്തിയേറിയ മഴയും, സ്ട്രോങ് വിൻഡ്സ്, ശക്തിയേറിയ കാറ്റും എന്ത് ചെയ്തു? knock down many of the tall plants. knock down, തട്ടിയിട്ടു. എന്തിനെയാണ് തട്ടിയിട്ടത്? tall plants, വളർന്ന് വലുതായ ചെടികളെയെല്ലാം അത് തട്ടിയിട്ടു. But the little seed safely hidden beneath the soil was unharmed. എന്താണ്? പക്ഷേ മണ്ണിനടിയിൽ ഉറങ്ങിയിരുന്ന സീഡ്, സേഫ്ലി ബിനീത്ത് ദ സോയിൽ, സേഫ്ലി എന്താണ്? സുരക്ഷിതമായി മണ്ണിനടിയിൽ കഴിഞ്ഞ സീഡിന് വാസ് അൺഹാംഡ്. അൺഹാംഡ് മീൻസ് ഹാം ഒന്നും പറ്റിയില്ല, അൺഹാംഡ്, ദോഷമൊന്നും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ദോഷമൊന്നും പറ്റിയില്ല. But the little seed safely hidden beneath the soil was unharmed. When the sun rose the next day, the storm was gone, and so were many of the big plants. When the sun rose the next day, സൂര്യൻ തൊട്ടടുത്ത ദിവസം ഉദിച്ചപ്പോ the storm was gone. കൊടുങ്കാറ്റ് എന്ത് ചെയ്തു?
സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. കൊടുങ്കാറ്റ് എന്ത് ചെയ്തു? പോയി കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ ആര് പോയി? സോ വേർ മെനി ഓഫ് ദ ബിഗ് പ്ലാന്റ്സ്. അതേപോലെ തന്നെ മെനി ഓഫ് ദ ബിഗ് പ്ലാന്റ്സ്, ഭൂരിഭാഗവും വളർന്നു നിന്ന ചെടികളും അതിൻ്റെ കൂട്ടത്തിൽ പോയി. മനസ്സിലായോ? സോ വേർ ദ ബിഗ് പ്ലാന്റ്സ്. സോ വേർ മെനി ഓഫ് ദ ബിഗ് പ്ലാന്റ്സ്. സോ വേർ മെനി ഓഫ് ദ ബിഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ആക്ഷനെ അതേപോലെ മറ്റൊരു ആക്ഷനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. സ്റ്റോം പോയി, അതുപോലെ തന്നെ വളർന്നു നിന്ന ചെടികളും പോയി. The farmer looked at the little seed and smiled. എന്താണ്? The farmer looked at the little seed. The farmer looked at the little seed. Farmer സീഡിനെ നോക്കി എന്ത് ചെയ്തു? Smiled. മന്ദഹസിക്കുക, അട്ടഹസിക്കുകയല്ല, laughed, smile. സ്മൈൽ എന്ന് പറയുന്നത് ലാഫ്റ്റർ, ചെറിയൊരു സ്മൈൽ, നമ്മുടെ ചുണ്ട് മാത്രം ഒന്ന് ചുളിക്കുക, സ്മൈൽ. It's your time now, he said. പുള്ളി എന്താണ് പറഞ്ഞത്? ഇനി നിന്റെ സമയമാണ്. The little seed took the lesson from the storm. ലിറ്റിൽ സീഡ് എന്ത് ചെയ്തു? ആ സ്റ്റോം കൊടുത്ത പാഠം അവൻ സ്വീകരിച്ചു. എന്താണ്? Strength isn't always about size. സ്ട്രെങ്ത്, ശക്തി എന്ന് പറയുന്നത് നമ്മുടെ സൈസിലല്ല. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ്, അല്ലാതെ മസിൽസ് വരുന്നതല്ല. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ്. Slowly but surely it grew into a strong, beautiful tree. Slowly but surely. Slowly എന്താണ്? പതുക്കെയാണെങ്കിലും, but surely തികച്ചും ഉറപ്പായിട്ടും, സ്ലോലി ബട്ട് ഷുവർലി, അതൊക്കെ ആണെങ്കിൽ കൂടിയും അതൊരു വലിയ ബ്യൂട്ടിഫുൾ ആൻഡ് സ്ട്രോങ് ട്രീ, സുന്ദരവും ശക്തി കൂടിയുമായിട്ടുള്ള ഒരു വലിയൊരു വൃക്ഷമായിട്ട് അത് വളർന്നു. ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷം. That provided shade and shelter for everyone in the village. ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും തണൽ കൊടുക്കത്തക്ക രീതിയിൽ അത് വളർന്ന് സ്ട്രോങ് ആയി. The other plants realized their mistake and apologized. അപ്പോൾ എന്ത് സംഭവിച്ചു? മറ്റുള്ള ഇവനെ കളിയാക്കിയ മറ്റുള്ള ചെടികളെല്ലാം എന്ത് ചെയ്തു? റിയലൈസ് their mistake. അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കി അവനോട് ക്ഷമ ചോദിച്ചു. apologize, ക്ഷമ അല്ലെങ്കിൽ മാപ്പ്, apologize, മാപ്പ് ചോദിച്ചു. That little seed forgave them, saying everyone has their own time to shine. The little seed forgave them. Little seed എന്ത് ചെയ്തു? അവർക്ക് മാപ്പ് കൊടുത്തു. And said, എന്താണ് പറഞ്ഞത്? എല്ലാവർക്കും ഷൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സമയം വരും. നമ്മൾ പരസ്യങ്ങളൊക്കെ കേൾക്കാറില്ല, എൻ്റെ സമയവും വരും, അല്ലെങ്കിൽ എൻ്റെ നമ്പറും വരും, സെയിം. ഓക്കെ, അപ്പോൾ ലിറ്റിൽ സീഡ് എന്താണ് പറഞ്ഞത്? എല്ലാവർക്കും ഷൈൻ ചെയ്യാനായിട്ടൊരു സമയം വരും. സോ ഇതിൽ നിന്നുള്ള മോറൽ എന്താണ്? ഇതിൽ നിന്ന് ഒരുപാട് മോറൽസ് ഉണ്ട്. ഒന്ന്, ബി പേഷ്യൻറ്റ്, യുവർ ടൈം വിൽ കം, ബട്ട് ഡോണ്ട് ഗിവ് അപ്പ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ശ്രമം ഉപേക്ഷിക്കരുത്. So what is the moral? Never judge anyone from their appearance or size. Patience and perseverance lead to great things. എന്താണ് perseverance? Patience, ക്ഷമയും നിരന്തരമായിട്ടുള്ള ശ്രമവും lead to great things, വലിയ വലിയ കാര്യങ്ങളിലേക്ക് നയിക്കും. Okay, so this is today's story. I hope you and your family and your kids like the story. If you like, please comment in the comment box and share my FB page to your friends and relatives. We never know who might need them. Also, subscribe to my YouTube channel. Share and comment. Thank you very much. You all have a very wonderful year ahead. Together we shall grow. Together
we can speak, evolve, and achieve. This is Jiggu Sadashivan signing off. Have a good night.